ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ലേറ്റസ്റ്റ് അടിപൊളി സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഒപ്പോ F19 Pro Plus 5G എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാം. ഈ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒപ്പോ F19 Pro Plusൻ്റെ ബോക്സ് കവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു പേപ്പർ കവർ മെറ്റീരിയൽ കൊണ്ടാണ്. ഒരു ബ്ലൂ തീമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ICCയുടെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഫോണിലെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവർ പതിയെ ഓപ്പൺ ചെയ്യാം. കവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒപ്പോടെ ഒരു ബ്രാൻഡിങ്ങോടുകൂടി ഒരു ബ്ലാക്ക് പേപ്പർ കവർ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കവറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലും വീണ്ടും ഒരു ബ്ലാക്ക് കവറിലൊരു ബോക്സ് കൊടുത്തിരിക്കുന്നു. പേപ്പർ ബോക്സ് ആണ്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ഒപ്പോ ഫോണുകളുടെ ഒപ്പം പോലെ തന്നെയുള്ളൊരു സിം ഇജക്ഷൻ പിന്ന്, അതുപോലെ തന്നെ മാനുവൽ ബുക്ക്, അതുപോലെ തന്നെ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ, പിന്നീട് ഒരു സ്റ്റാൻഡേർഡുള്ള എല്ലാ ഒപ്പോ ഫോണുകളുടെയും കൂടെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു കവർ തന്നെയാണ്. പിന്നീട് ഫോണിനെ തൽക്കാലം ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നു. പിന്നീട് ഈ കവറിനകത്തുള്ളത് ഒരു 50 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഒപ്പോയുടെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ബോക്സിനൊപ്പം ഉള്ളത്. പിന്നീട് ഒരു 3.5 mm ഹെഡ്ഫോൺ കൊടുത്തിരിക്കുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു ഹെഡ്ഫോൺ നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് പല സമയങ്ങളിലും വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഒരു ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. USB to USB-C ടൈപ്പ് കേബിളാണ് ഈ ഒരു ബോക്സിനൊപ്പം ഉള്ളത്. സോ ഫൈനലി ഇതാണ് ഒപ്പോയുടെ F19 Pro Plus 5G എന്ന് പറയുന്ന ഡിവൈസ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത് സ്പേസ് സിൽവർ എന്ന് പറയുന്ന ഒരു കളറാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്, വളരെ സ്ലിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഓവറോളായിട്ട് മനസ്സിലാക്കാൻ പോവാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു ക്യൂട്ട് ഡിസൈനാണ്, നല്ലൊരു എലഗൻറ്റ് ഡിസൈനാണ്, വളരെ ക്വാളിറ്റി ഉള്ളൊരു ഡിസൈൻ തന്നെയാണ് ഒപ്പോ ഈ ഒരു മോഡലിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഒപ്പോ F19 Pro Plus 5Gയുടെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ 16.34 സെൻറ്റിമീറ്ററുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ 2400x1080 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഇതിൻ്റെ ഡെൻസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ 409 ppi ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുപോലെ തന്നെ 430 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കപ്പാസിറ്റി. അതിൻ്റെ 800 നിറ്റ്സ് ആണ് അതിൻ്റെ പീക്ക് കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പിന്നീട് ഈ ഫോണിൻ്റെ സൈസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 160 സെൻറ്റിമീറ്റർ, അതുപോലെ വിഡ്ത്ത് വരുന്നത് 73.4 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. തിക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ 7.8 mm തിക്നെസ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് വരുന്നത് 173 ഗ്രാം മാത്രമാണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് പാനൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അലുമിനിയം ബോഡിയാണ് സൈഡിൽ ഓവറോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായി പവർ ബട്ടണും, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വോളിയം റോക്കേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് സിം ഇജക്ഷൻ പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 സിമ്മുകളും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ C പോർട്ട് ചാർജിങ്ങിനായി കൊടുത്തിരിക്കുന്നു. ഒരു മൈക്ക് അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നീട് റൈറ്റ് സൈഡിലായിട്ട് 3 സ്പീക്കറുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലേക്ക് വരുമ്പോഴും ഏറ്റവും ടോപ്പിലായി ഒരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും മുകളിലായി ഒരു മൈക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 4 ക്യാമറകളാണ്. 3 ക്യാമറകൾ താഴേക്ക് നിരനിരയായി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായി മുകളിലൊരു ക്യാമറയും കൊടുത്തിരിക്കുന്നു. ഒരു 5Gയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മേളിലായി തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായി ഒപ്പോയുടെ ഒരു ബ്രാൻഡിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ഡിസൈനാണ്. അതുപോലെ തന്നെ ഒരു കൈയുടെ വിരലിൻ്റെ പാടുകൾ പതിയുന്നുണ്ട്. ക്യാമറകൾ അത് മനസ്സിലാകുന്നുണ്ടെങ്കിലും കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് അത്രമാത്രം ഒരു ഫീൽ ചെയ്യുന്നില്ല. വളരെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പഞ്ച് ഹോൾ ഡിസൈനിൽ ഈ ഒരു ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പോ F19 Pro Plus എന്ന് പറയുന്ന ഒരു പേര് ഈ ഫോണിന് കൊടുത്തിരിക്കുന്ന ഒരു വിധത്തിലുള്ള കോംപ്രമൈസ് വരുത്താതെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസോട് കൂടിയ തന്നെയുള്ള ഫോണാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MediaTekൻ്റെ Dimensity 800U എന്ന് പറയുന്ന ഒരു CPU ആണ് ഈ ഫോണിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2.4 ഹെർട്സിന് മേളിലായിരിക്കും ഈ ഫോണിൻ്റെ സ്പീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, അതുപോലെ തന്നെ 8 കോർ പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്.
നല്ലൊരു ഗെയിമിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള ലാഗ് ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രോ സീരീസിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഒപ്പോ ഒരു വിധത്തിലുള്ള കോംപ്രമൈസ് വരുത്താതെ ഒരു നെക്സ്റ്റ് ലെവൽ സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെ ഒപ്പോ ഈ ഒരു ഫോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 4310 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 50 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിലപ്പോൾ ലഭിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഈ 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ട് വോക്ക് 4.0 എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് ചാർജർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂർ ടോക്ക് ടൈം, അല്ലെങ്കിൽ 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 അവർ ഇൻസ്റ്റാഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഫീച്ചർ അവർ ഉദ്ദേശിക്കുന്നത് മെയിൻലി ക്യാമറ തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ബാറ്ററി ബാക്കപ്പോട് കൂടിയ ഒരു ഫോൺ തന്നെയാണ് ഈ ഒപ്പോയുടെ ഈ F19 Pro Plus 5G എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. F19 Pro Plus 5Gയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ColorOS 11 ആണ് ഈ ഫോണിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്കായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ഐഡി റിക്കഗ്നിഷനുമാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇതൊരു 5G ഡിവൈസ് ആണെന്ന്. ഇതിന് മുമ്പുള്ള മറ്റ് മോഡലുകൾ ഒരേ സമയത്ത് 5G സിമ്മുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ഡ്യുവൽ സിം ആണെങ്കിൽ കൂടി ഒരു 4G ഒരു 5G സിം ആയിരുന്നു ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കമ്പനി പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 ഡ്യുവൽ സിമ്മുകൾ, അതായത് 5G എനേബിൾ ആയിട്ടുള്ള 2 ഡ്യുവൽ സിമ്മുകൾ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു മറ്റൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു വേരിയൻറ്റ് 8GB റാം അതുപോലെ തന്നെ 128GB വേരിയൻറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 512GB വരെ നമുക്ക് ഈ ഫോണിനെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. മെമ്മറി കാർഡാനുള്ള ഓപ്ഷൻ ഈ ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഓവറോൾ ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതിൻ്റെ ഇതിൽ ക്യാമറ ഫീച്ചറിനെ കുറിച്ചാണ്. ഒപ്പോ F19 Pro Plus 5Gയിലേക്ക് വരുമ്പോൾ ക്യാമറയിലും അവർ ഒരു വിധത്തിലുള്ള കോംപ്രമൈസ് വരുത്താത്ത രീതിയിൽ തന്നെ 4 ക്യാമറകൾ ബാക്ക് സൈഡിലും ഫ്രണ്ടിൽ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 4 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ 48 മെഗാപിക്സലാണ്, 1.7 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാമറ അൾട്രാ വൈഡ് ക്യാമറ ആണ്, 8 മെഗാപിക്സലാണ് രണ്ടാമത്തെ ക്യാമറ. F2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. മൂന്നാമത്തെ ക്യാമറ ഒരു മാക്രോ ക്യാമറയാണ്, അത് 2 മെഗാപിക്സലാണ്. F2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. നാലാമതൊരു ക്യാമറ നമ്മുടെ ഒരു ഫ്ലാഷ് ലൈറ്റിന് മുകളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ചെറിയൊരു ക്യാമറ കൊടുത്തിരിക്കുന്നു. ഒരു മോണോ ക്യാമറയാണ്. F2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. 2 മെഗാപിക്സൽ ക്യാമറയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ക്യാമറ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ 60 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. F2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഒരു പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഫ്രണ്ടിലെ ഡിസ്പ്ലേ ക്രമീകരിച്ചിരിക്കുന്നത്. 3.5 mm ഒരു ചെറിയൊരു പഞ്ച് ഹോൾ മാത്രമാണ് ആ ഒരു ഫോണിൻ്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടി ഒപ്പോ ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലെ ക്യാമറയുടെ ഫ്രണ്ടിലെ ക്യാമറയുടെയും ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ മെയിൻ ക്യാമറ 48 മെഗാപിക്സൽ f1.7 അപ്പർച്ചറിൽ ഫുൾ HD ഷൂട്ട് ചെയ്യുന്നത്. 30 ഫ്രെയിം പെർ സെക്കൻഡാണ് വീഡിയോ നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോയുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, അതുപോലെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോഴീ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിലാണ്. 8 മെഗാപിക്സൽ ക്യാമറയാണ്. F2.2 ആണ് അപ്പർച്ചർ വരുന്നത്. നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട്, ഓരോ വീഡിയോയുടെ ക്വാളിറ്റി എത്രമാത്രമാണ്, എല്ലാം നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഫുൾ HD ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴീ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ മാക്രോ ക്യാമറയിലാണ്. 2 മെഗാപിക്സലാണ്. F2.4 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ മോണോ ക്യാമറയിലാണ്. 2 മെഗാപിക്സലാണ്. F2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്.
ഇപ്പോഴീ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയിലാണ്. 60 മെഗാ പിക്സലാണ്, f2.4 ആണ് അപ്പർച്ചർ വരുന്നത്. ഫുൾ HD ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി. ഇപ്പോഴീ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഡ്യുവൽ വ്യൂ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും വിഷ്വൽസ് കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ബാക്കിലെ ക്യാമറ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷന് ഈ ഒരു ഓപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 ലെൻസുകൾ ഒരേ സമയത്ത് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഉള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു വ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ല ഫീച്ചറാണ് ഈ ഒരു ഡ്യുവൽ വ്യൂ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു മനസ്സിലാക്കി. നമ്മൾ ഫുൾ HD റെക്കോർഡ് ചെയ്തത്. 4K സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4Kയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണമെങ്കിൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പലതരത്തിലുള്ള ഫീച്ചേഴ്സോടുകൂടി തന്നെയാണ് ഈ ഫോണിനെ കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഡ്യുവൽ വ്യൂ മോഡ്, അതുപോലെ തന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, എക്സ്ട്രാ HD എന്ന് വേണ്ട പലതരത്തിലുള്ള ഓപ്ഷനോട് കൂടി തന്നെയാണ് ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. സകല തരത്തിലുള്ള പ്രോ ഫീച്ചേഴ്സും കൂടി തന്നെയാണ് ഒപ്പോ ഈ ഫോണിനെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ഡിസൈനാണ്. നല്ലൊരു ഈ സിൽവർ കളറാണെങ്കിലും അതുപോലെ തന്നെ മറ്റൊരു കളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ഒരു സിൽവർ കളറാണ് എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിലും കുറച്ചുകൂടി എനിക്ക് ഈ ഒരു സിൽവർ കളർ വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു കളറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ അലുമിനിയം കെയറോട് കൂടി ഡിസൈൻ, അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയ്ക്ക് ചുറ്റും ഈ ഒരു അലുമിനിയം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു പ്രൊഫഷണൽ ഒരു ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ക്യാമറയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ടിലെ വ്യൂയിങ് എക്സ്പീരിയൻസ് വരുന്ന ഒരു ഡിസ്പ്ലേ, ഒരു പഞ്ച് ഹോൾ ഡിസൈനിലുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഒരു സ്ക്രീനിൻ്റെ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്ന രീതിയിലൊരു ഡിസൈന്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, നല്ലൊരു CPU, നല്ലൊരു ബെറ്റർ പെർഫോമൻസ് വരുന്ന നല്ല CPU, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണ്. എന്തുകൊണ്ടും ഈ ഒരു ഫോണ് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഫോണിൻ്റെ വിലയെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ അടുത്തൊരു സംശയം. ഈ ഫോണ് 8GB റാം, അതുപോലെ തന്നെ 128GB റോം വരുന്ന വേരിയൻറ്റിൻ്റെ വില വരുന്ന 25,990 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ ചെല്ലുക. നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഡെമോ അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഫോണിനെ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എത്രമാത്രം, അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്ത് നോക്കുക. എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷനിലും ഇൻബിൽട്ടായിട്ട് തന്നെയുള്ള ഡെമോ ഫോണുകൾ ഓക്സിജൻ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡെമോസ് എല്ലാ ആപ്ലിക്കേഷനും യൂസ് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിൽ 2021 അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഫാസ്റ്റ് പെർഫോമൻസോട് കൂടിയ ഒരു നല്ല ഫോൺ തന്നെയാണ് ഒപ്പോയുടെ F19 Pro + 5G എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ TB Enjoy സൈനിങ് ഓഫ്. ബൈ.